ഒന്നിനും മാറ്റമുണ്ടാകരുത്, വാഗ്ദാനങ്ങൾ അങ്ങനെ തന്നെ നിർവഹിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ച വിഷയത്തെ സംബന്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, 3 കാര്യങ്ങൾ എല്ലാ ആളുകളിലേക്കും ഒരുപോലെ നിർവഹിക്കേണ്ടതാണ്. സലാസുൻ തുഅദ്ദാ ഇലൽ ബർരി വൽ ഫാജിരി, നല്ലവരാകട്ടെ ദുഷിച്ചവരാകട്ടെ 3 വിഷയങ്ങൾ ഒരുപോലെ പ്രയോഗവൽക്കരിക്കണം, ഒരുപോലെ നിർവഹിക്കപ്പെടണം. 1 അർറഹിമു, കുടുംബബന്ധം, യസിലുഹാ ബർറതൻ കാനത് ഔ ഫാജിറാ, നല്ലവരാകട്ടെ കുടുംബക്കാർ ദുഷിച്ചവരാകട്ടെ ബന്ധം ചേർക്കണം. ഏത് നിലക്ക്? കുടുംബം എന്നുള്ളവർക്ക് ബന്ധം ചേർക്കണം, മുറിക്കരുത്. കുടുംബം എന്നുള്ളവർക്ക് ആ ബന്ധം ചേർത്തിക്കൊണ്ടിരിക്കണം. ബർറതൻ കാനത് ഔ ഫാജിറാ. ബഹുമാനപ്പെട്ട മൈമൂൻ ഇബ്നു മിഹ്റാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന 3 വിഷയങ്ങളാണിത്. മറ്റൊന്ന്, രണ്ടാമതൊരു കാര്യം, വൽ അഹ്ദു, കരാറ്, വാക്ക്, തഫീ ബിഹി ലിൽ ബർരി വൽ ഫാജിരി, നല്ലവനോടാണ് വാക്ക് പറഞ്ഞതെങ്കിലും ദുഷിച്ചവനോടാണ് വാക്ക് പറഞ്ഞതെങ്കിലും വാക്കാകണം, പൂർത്തിയാക്കണം. അത് അയാളോടല്ല, അയാളോട് അങ്ങനെ പൂർത്തീകരിച്ചോണമെന്നില്ല. അയാൾ ഏതായാലും നരകത്തിക്കുള്ള ഇനിയിപ്പോ നമ്മളെ വാക്കായിട്ട് അല്ലല്ലല്ല, ആ ലെവലൊന്നും നീ ചിന്തിക്കരുത്. നീ പറഞ്ഞ വാക്കിനാണ് നിനക്ക് വില, നീ കൊടുത്ത കരാറിനാണ് നീ പൂർത്തിയാക്കേണ്ടത്. അയാള് നല്ല ആളാകട്ടെ ചീത്ത ആളാകട്ടെ എന്നുള്ളതല്ല, നിന്റെ വാക്കാണ് നീ പാലിക്കേണ്ടത്, നീ കൊടുത്ത വാക്കാണ് നീ പുലർത്തേണ്ടത്. അത് കൃത്യമായിട്ട് തന്നെ പൂരിപ്പിക്കണം, ഒരു കുറവും അതിലുണ്ടാകരുത്. മൂന്നാമത്തത് വൽ അമാന തുഅദ്ദിഹാ ഇലൽ ബർരി വൽ ഫാജിർ, നിന്നെ ഏൽപ്പിച്ച വിശ്വസ്തയോടെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് നല്ലവരിലേക്കും ഫാജിറിലേക്കും നീ അങ്ങ് വിട്ടിക്കൊടുക്കണം. ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടം പോലെ അമാനത്ത് സ്വത്ത് ഏൽപ്പിച്ചിരുന്നു മക്കക്കാർ. തങ്ങളെ തൗഹീദ് സ്വീകരിക്കാൻ പലരും ഒരുക്കല്ലെങ്കിലും തങ്ങൾ അൽ അമീനാണ്, അമാനത്തിന്റെ കേദാരമാണ് എന്നതിൽ ആർക്കും തർക്കമില്ല. അവർ തൗഹീദിൽ കുറച്ച് വൈമനസ്യം കാണിച്ച് പുറകോട്ടുന്നു. അവരും അമാനത്ത് സ്വത്ത് ഏൽപ്പിക്കുന്നത് തങ്ങളെയാണ്. അതുകൊണ്ടാണ് തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അലി റളിയല്ലാഹുവിനോട് പറഞ്ഞത്, ഈ കാണുന്ന വസ്തുക്കൾ മുഴുവനും മക്കക്കാരിൽപ്പെട്ട ആളുകൾ എന്നെ ഏൽപ്പിച്ചതാണ്. അഡ്രസ്സ് നോക്കിയിട്ട് ഓരോരുത്തരുടെ വീട്ടിലേക്ക് എത്തിച്ചിട്ട് വേണം നിങ്ങൾ മദീനയിലേക്ക് വരാൻ. ഞാൻ പോയി നിന്നിട്ട് പിറ്റേന്ന് തന്നെ വരാൻ നിൽക്കണ്ടാന്ന്. അലി റളിയല്ലാഹുവിന് പറയണം 3 ദിവസം എടുത്തു. എത്ര ഉണ്ട്? അലി റളിയല്ലാഹുവിന് ഇപ്പൊ മക്കത്തെ ആൾക്കാർ പരിചയമില്ലാക്കും. 3 ദിവസം എടുത്തു ആ അമാനത്ത് സ്വത്ത് മുഴുവനും അർഹരായ ആളുകളിലേക്ക് എത്തിക്കാൻ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ അവർ നേരത്തെ ഏൽപ്പിച്ചതാണ്. അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളിലേക്ക് കൊടുക്കും. അയാൾ ആരാണ് എന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ടതില്ല, നമ്മൾ ഏൽപ്പിച്ചതല്ലേ അമാനത്ത്. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നോക്ക്, നിങ്ങൾ മക്ക വിജയത്തിന്റെ അന്ന് വന്ന് താക്കോലൊന്ന് കൊണ്ടുവരാൻ പറഞ്ഞു അലി റളിയല്ലാഹുവിനോട്, കാബന്റെ ഉള്ളിലൊന്ന് കയറി നിസ്കരിക്കാൻ. അലി റളിയല്ലാഹുവിനെ പോയി അന്വേഷിച്ച് നോക്കുമ്പോൾ താക്കോല് ഉസ്മാൻ ഇബ്നു തൽഹയുടെ കയ്യിലാണ്. അന്ന് ഉസ്മാൻ ഇബ്നു തൽഹ നബി തങ്ങളെ വിശ്വസിച്ചിട്ടില്ല. ഉസ്മാൻ ഇബ്നു തൽഹയുടെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങി കൊണ്ടുവന്ന് തുറന്ന് തങ്ങളുടെ ഉള്ളിൽ കയറി 2 റക്അത്ത് നിസ്കരിച്ചു. സഹാബത്ത് പലരും കയറി നിസ്കരിച്ചു. തിരിച്ച് വാതിലടക്കുന്ന സമയത്ത് അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, ആ താക്കോലും കൂടി എനിക്ക് തരികയാണെങ്കിൽ എനിക്ക് 2 സൗകര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ വെള്ളം കൊടുക്കാനുള്ള ഒരു അധികാരമുണ്ട്, അതിന്റെ പുറമെ താക്കോല് സൂക്ഷിക്കാനുള്ള ഒരു അധികാരം കൂടി കിട്ടുകയാണെങ്കിൽ സന്തോഷമായിരുന്നു. പക്ഷെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താക്കോല് തരാൻ പറ്റൂല, താക്കോല് തന്ന ആളെ കയ്യിൽ തന്നെ തിരിച്ചേൽപ്പിക്കണം എന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. ഉസ്മാൻ ഇബ്നു തൽഹ ചിന്തിച്ചിട്ടില്ല ഇനി ആ താക്കോല് കിട്ടുമെന്ന്. തങ്ങൾ ആ ഉറക്കെ ചോദിച്ചു ആ സദസ്സിൽ വെച്ച്, അയിന ഉസ്മാൻ ഇബ്നു തൽഹ, ഉസ്മാൻ ഇബ്നു തൽഹ എവിടെ? ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്, ഈ താക്കോല് നിങ്ങളെ ഏൽപ്പിക്കാൻ അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ട്. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങൾ അർഹരിലേക്ക് തന്നെ കൊടുക്കണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. താക്കോല് വാങ്ങിയ ഉസ്മാൻ ഇബ്നു തൽഹ റളിയല്ലാഹുവിന്റെ മനസ്സ് പ്രകാശിച്ചു. അള്ളാഹുവിന്റെ നിർദ്ദേശം ഇങ്ങനെയാണ്. നിങ്ങൾ നോക്ക്, ആ താക്കോല് തിരിച്ചു സ്വീകരിക്കുന്ന സമയത്ത്, കൊടുക്കുന്ന സമയത്ത് ഉസ്മാൻ ഇബ്നു തൽഹ മുസ്ലിം അല്ല എന്ന ലെവലിൽ ആ അമാനത്ത് മാറ്റിയോ? ഇല്ല സഹോദരങ്ങളെ, അങ്ങനെയാണ് അത് നിർവഹിക്കപ്പെടേണ്ട വിഷയവും. മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മെ ഉണർത്തുന്നു. ഇവിടെ ഈ ആയത്തിന്റെ തൊട്ടുതായ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എല്ലാ കച്ചവടക്കാരും ബിസിനസ്സുകാരും ഏർപ്പാടുകാരും നല്ലോണം ശ്രദ്ധിക്കണം. വഔഫുൽ കൈല ഇദാ കിൽതും
വസിനൂ ബിൽ ഖിസ്താസിൽ മുസ്തഖീം ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീലാ. ഇപ്പൊ കച്ചവടത്തിന് ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാവരും കേൾക്കണ്ടേന്ന്. വഔഫുൽ കൈല ഇദാ കിൽതും, നിങ്ങൾ അളന്ന് വല്ലതും വാങ്ങിയാൽ അളത്തം നിങ്ങൾ പൂർത്തീകരിക്കണം. അളന്ന് കൊടുക്കുകയാണെങ്കിലും വാങ്ങുകയാണെങ്കിലും അളത്തം ഒരുപോലെയാകണം. വസിനൂ ബിൽ ഖിസ്താസിൽ മുസ്തഖീം, ശരിയായ ത്രാസ് കൊണ്ട് നിങ്ങൾ തൂക്കണം. ത്ലാസ് തെറ്റിച്ച് വെക്കരുത്. വാങ്ങുമ്പോഴുള്ളത് ഒന്നും കൊടുക്കുമ്പോഴുള്ളത് വേറൊന്നും ആകരുത്. രണ്ടും മുസ്തഖീമായ ത്ലാസാകണം. ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീലാ, ശരിയായ നിലക്കുള്ള അളത്തവും തൂക്കവും അതാണ് ഏറ്റവും നല്ലത്. നല്ല കർമ്മം അതാണ്. കൂടുതൽ ആഖിബത്ത് നന്നാകാനും സവാബ് കിട്ടാനും കാര്യം അതാണ്. വഅഹ്സനു തഅ്വീലാ, നല്ല അന്ത്യത്തോടുകൂടെ ആഖിറത്തിലേക്ക് പോകാനും നല്ല പ്രശംസ ജനങ്ങളിൽ നിന്ന് ദുന്യാവെന്ന് കിട്ടാനും സൽപ്പേരോടുകൂടെ ജീവിക്കാനും അതാണ് നല്ലത്. ഇങ്ങനെയാണ് ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന് തഫ്സീർ പറഞ്ഞിരിക്കുന്നത്. ഇരിക്കട്ടെ, അവിടെ എന്താ സംഭവിക്കുന്നത് എന്നറിയുമോ? ചതിയാണ്. ഖിയാനത്ത് പാടില്ല, ചതി പാടില്ല, അമാനത്ത് വേണം. അമാനത്ത് വേണം. കൊടുക്കുന്നിടത്തും വാങ്ങുന്നിടത്തും അമാനത്ത് വേണം. ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹിഖി തങ്ങൾ പറയുന്നു, പൂർവീകരിൽ അയാള് മരിക്കാൻ കിടക്കുന്ന സമയത്ത് മരണം ഹാജരായപ്പോൾ വീട്ടുകാരോട് പറയുന്നു, ജബലൈനി മിന്നാർ, ജബലൈനി മിന്നാർ, ഞാൻ നരകത്തിന്റെ 2 പർവ്വതങ്ങൾ കാണുന്നുണ്ട്, 2 പർവ്വതങ്ങൾ കാണുന്നുണ്ട്. ഇതും പറഞ്ഞിട്ടാണ് ആള് വിട പറയുന്നത്. 2 മല, നരകത്തിന്റെ 2 മലയാ കാണുന്നത്. തീ കത്തിക്കൊണ്ടിരിക്കുന്നു. കുടുംബക്കാരോട് ചോദിച്ചു എന്തായിരുന്നു അയാളെ പണി? കാനലഹു മിഖ്യാലാനി, 2 അളവ് പാത്രങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നിൽ അയാൾ അളന്നിങ്ങോട്ട് സ്വീകരിക്കും, മറ്റൊന്നിൽ അളന്നു കൊടുക്കും. അളന്ന് സ്വീകരിക്കുന്നത് കറക്റ്റാണ്, കൊടുക്കുന്നത് മാറ്റമുണ്ട്. അല്ലേ? ഒരു ചാക്ക് അടക്ക കടക്കാരിൽ നിന്ന് വാങ്ങുമ്പോഴും ചാക്കിന്റെ കനം തൂക്കണം, അവരെടുക്കുമ്പോഴും തൂക്കണം. നമ്മളങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം ഒരു ചാക്ക് അടക്ക. അപ്പൊ ചാക്ക് വേറെ തൂക്കും, അടക്ക മൊത്തം തൂക്കിയതിന് ശേഷം കീക്കും. അവരിങ്ങോട്ടൊരു അടക്കം ഇങ്ങോട്ട് തരികയാണെങ്കിലോ ചാക്ക് അടക്കം തൂക്കിയിട്ട് ചാക്കിന്റെ കനം കൂടി തൂക്കിയിട്ട് കാശ് അങ്ങോട്ട് വാങ്ങും. എങ്ങനെ ശരി? ചാക്ക് അതിൽ നിന്ന് കുറക്കണ്ടേ? നമ്മൾ കൊടുക്കുമ്പോ കറക്റ്റാ. ചാക്ക് വേറെ തൂക്കുന്നുണ്ട്, അടക്ക അവിടെ കൊട്ടിന്റെ ശേഷം ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് വാങ്ങുമ്പോൾ ഒരു ചാക്ക് അടക്കം നോക്കട്ടെ. ആ ചാക്ക് അങ്ങനെ എടുത്തു വെച്ചു. ഒരാളോട് ഞാൻ ചോദിച്ചു മുമ്പ്, ചാക്ക് കുറച്ചോന്ന് വെച്ചു. ചാക്ക് കുറച്ചോന്ന് വെച്ചു. പാടിന്റെ മുത്ത് നോക്കി, ചാക്ക് കുറച്ചോന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് ഒരാൾ, ഞാൻ തൊട്ട് മുമ്പ് ഒരാൾ ഇവിടെ അടക്കം ഉണ്ടെന്നപ്പോൾ നിങ്ങൾ 2 തൂക്കൽ തൂക്കിയിട്ടുണ്ട്. ഒന്ന് ആദ്യം ചാക്കോട് കൂടെ, പിന്നെ ചാക്ക് വേറെ തൂക്കിയില്ലേ? തിരിച്ചും കൂടി തരുമ്പോൾ എന്താ തൂക്കല്ലാത്ത കുറക്കാത്ത എന്താ? അതിൽ വേഗം കുറച്ച്. അത് പറഞ്ഞപ്പോൾ കുറച്ചു, പറയാതെ എത്ര പോകുന്നുണ്ടാവും? 2 ശ്രദ്ധിക്കണ്ടേ? 2 വേണ്ടേ? 25 കിലോ അരി ചോദിച്ചു. 25 കിലോ അരിയിൽ നിന്ന് ചാക്കിന്റെ അളവ് കുറക്കണ്ടേ? ചാക്ക് അടക്ക 25 കിലോ അരി ചോദിച്ചത് അല്ല. അരി തരുമ്പോൾ അതിനോട് പതിവാണ് ചാക്ക് തരിക എന്നുള്ളത്. ചാക്കിന്റെ കനതിൽ കൂട്ടാൻ പാടില്ല. അരിയാണ് 25 കിലോ, ചാക്ക് കൂടെ തരൽ പതിവാണ്. അപ്പൊ അരി തന്നെ ഉണ്ടാകണം 25 കിലോ. ആ അളത്തത്തിലും തൂക്കത്തിലും വളരെ കൃത്യം പാലിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. വഞ്ചിക്കരുത്, ചതിക്കരുത്. ഒരാളെയും വഞ്ചനയിലൂടെ ഒരു കച്ചവടം നടത്തരുത്. നല്ല രൂപത്തിലുള്ള കച്ചവടമാണെങ്കിൽ വലിയ സ്ഥാനമാണ്, ദുഷിച്ച രൂപത്തിലാണെങ്കിലോ വല്ലാത്ത പ്രഹരവുമാണ്. നല്ല രൂപത്തിൽ കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് അല്ലാഹു നല്ല ബർക്കത്തും കൊടുക്കും. കണ്ടില്ലേ നിങ്ങൾ? ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഏത് കച്ചവടം ചെയ്യുമ്പോഴും അളത്തവും തൂക്കവും കൃത്യമാക്കണം. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ലാ യഖ്ദിറു റജുലുൻ അലാ ഹറാം, ഒരാൾക്കൊരു ഹറാമിന് കഴിയുമായിരുന്നു, പക്ഷെ അത് വേണ്ടാന്ന് വെച്ച ആൾ ഒഴിവാക്കി. എന്താ ഹറാമെന്നറിയോ? പഴകിയൊരു സാധനമുണ്ട്, പുതിയതിന്റെ കൂടെ കടത്തിയാൽ അതങ്ങ് ചെലവാകും. അത് വേണ്ടാന്ന് വെച്ച ആൾ അതങ്ങ് ഒഴിവാക്കി. ലൈസ ബിഹി ഇല്ലാ മഖാഫത്തുല്ലാഹ്,
എന്തിനാണ് ഒഴിവാക്കിയത്? അള്ളാഹനെ പേടിച്ച് ഒഴിവാക്കിയതാണ്. ഈ പഴയതും കൂട്ടി കൂട്ടിയടിച്ചിട്ട് 1 കിലോ വാങ്ങണ്ട. അയാൾ ചോദിക്കുന്നു, തരുന്നതൊക്കെ ഫ്രഷ് അല്ലേ? ഞാൻ പറയുന്ന വരെ ആള് തരുന്നുണ്ടല്ലോ, നല്ല സാധനം തന്നെ കൊടുക്കണമല്ലോ. ചീഞ്ഞതാകരുത്, കാലാവധി കഴിഞ്ഞതാകരുത്, ഉപയോഗിക്കാൻ പറ്റാത്തതാകരുത്. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ പിന്നെ പ്രശ്നമല്ലല്ലോ എന്ന് കരുതരുത്. അള്ളാഹനെ പേടിച്ചുകൊണ്ട് ചിലതൊക്കെ അങ്ങ് ഒഴിവാക്കി. ഇല്ല അബ്ദലഹുല്ലാഹു, അള്ളയാൾക്ക് പകരം കൊടുക്കും. ഫീ ആജിരി ദുനിയാ, ഇവിടെ തന്നെ ദുനിയാവിൽ തന്നെ. ഖബലൽ ആഖിറത്തി, പരലോകത്തേക്ക് പോകുന്നതിന്റെ മുമ്പ്. മാഹുവ ഖൈറുൽ ലഹു മിൻ ദാലിക, അതിനേക്കാൾ നല്ലത് അല്ലാഹ് പകരം കൊടുക്കും. ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ വീട്ടിലേക്ക് അയൽപക്കത്തെ വീട്ടിൽ നിന്ന് വായ്പയായിട്ടൊരു വസ്തു കൊണ്ടുവന്നു. അതിന് ചെറിയ കംപ്ലൈന്റ് പറ്റിയിട്ടുണ്ട്. ആ കംപ്ലൈന്റ് അറിയാത്ത രൂപത്തിലൊന്ന് ചെറിയ രൂപത്തിൽ ഫിനിഷിംഗ് നടത്തിയിട്ട് അതങ്ങ് കൊണ്ടുപോയി കൊടുത്താൽ ഒരു പക്ഷേ വീട്ടുകാർ ശ്രദ്ധിച്ചില്ലെന്ന് വരും. പക്ഷേ അവിടെയുള്ളൊരു ചിന്ത എന്താണെന്നറിയോ? പടച്ചോനെ പേടിയുണ്ടെങ്കിൽ ഇതിന് ചെറിയൊരു ഡാമേജ് നമ്മളെ കൊണ്ട് വന്നുപോയല്ലോ, നല്ല സാധനമാണ്, ഇതുപോലെയുള്ളൊരു വസ്തു നല്ലത് വാങ്ങിയിട്ട് അതങ്ങ് കൊടുത്താൽ നമുക്കൊന്നും കുറയാനില്ല. അല്ലാഹ് ഈ ദുനിയാവിൽ തന്നെ പകരം തരുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. കൊടുക്കുന്നത് മോശപ്പെട്ടതാകരുത്. ഇങ്ങോട്ട് വാങ്ങുന്നത് നല്ലതല്ലേ, കൊടുക്കുന്നതും നല്ലതാകണം. അതിന് ഒരു ചതിയുണ്ടാകാൻ പാടില്ല. അതുകൊണ്ടല്ലേ മഴ പെയ്ത ഒരു രാത്രി കഴിഞ്ഞ പിറ്റേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന മാർക്കറ്റിലൂടെ അങ്ങനെ നടക്കുമ്പോ ഗോതമ്പ് ഇങ്ങനെ കൂമ്പാരമാക്കി വെച്ചിട്ടുണ്ട്, സാധാരണ പീടികയിലൊക്കെ വെക്കും പോലെ. ആ ഗോതമ്പിന്റെ ഉള്ളിലേക്ക് തങ്ങളൊന്ന് കയ്യമർത്തി നോക്കുമ്പോ, കൈയുയർത്തിയപ്പോ തായ്ഭാഗത്ത് നനവ് തട്ടി. ഇതെന്താ നനവ് എന്ന് ചോദിച്ചു. ഇന്നലെ മഴ പെയ്തതാണ്. എങ്കിൽ ആ നനഞ്ഞത് മുകളിലേക്ക് ഇട്ടൂടെ? മുകളിൽ ഉണങ്ങിയതും താഴെ നനഞ്ഞതുമാകണോ? കച്ചവടക്കാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്. അവർ കൃത്യമായിട്ട് അതിന്റെ കൃത്യത പാലിച്ചാൽ അല്ലാഹ് കൊടുക്കുന്ന ബറക്കത്തിന് കയ്യും കണക്കും ഉണ്ടാകൂല. അങ്ങനെ ഒരുപാട് കച്ചവടക്കാർ നമ്മുടെ അനുഭവത്തിൽ തന്നെയുണ്ട്. ഉസ്താദേ, അത് കൊണ്ടുപോകണ്ട, അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട്, നിങ്ങൾക്ക് നാളെ നല്ല സാധനം വരുമ്പോ വേണമെങ്കിൽ കൊണ്ടുവന്നേരാം. ചോദിച്ച കണക്കിന് അതങ്ങ് തൂക്കി പാക്കറ്റാക്കി തന്ന കാശും കൊടുത്താ. നമ്മൾ വാങ്ങിയിട്ടല്ലേ കാശ്, നമ്മൾ ചോദിച്ചിട്ടല്ലേ തന്നത്. ഒന്നും ഉണ്ടായിരുന്ന ഒറ്റ നോട്ടത്തിലൊന്നും കാണാനൊന്നുമില്ല. പക്ഷെ അത് നിങ്ങൾ കൊണ്ടുപോണ്ട. അത് കുറച്ച് പാക്കുണ്ട്, ഞാനത് ഒഴിവാക്കാൻ നിൽക്കുക. അത് ആർക്കും കൊടുത്തിട്ടില്ല, ഒഴിവാക്കാൻ നിൽക്കുക. ഇന്ന് രാത്രിയോട് ഒഴിവാക്കാൻ നിൽക്കുക, നാളെ പുതിയ സാധനം മുൻപെടുക്കുക. ആ പറച്ചിൽ എന്തുകൊണ്ടാണ്? അതൊരു സൂക്ഷ്മതയുള്ള പറച്ചിൽ. നിങ്ങളില്ലെങ്കിൽ സാധാരണ തൊഴിലെടുക്കുന്ന മീൻ കച്ചവടക്കാർ ഓല കൊട്ടയിൽ ചിലപ്പം ചില മീൻ കൂട്ടിയിട്ടുണ്ടാവും. ആ മീൻ നിങ്ങൾ എടുക്കണ്ട. ഇപ്പുറത്തേക്ക് ഞാൻ ഈ മീൻ വെച്ചാന്ന് പറയും, അത് കുറച്ച് പാകിയിട്ടുണ്ട്, അത് എടുക്കണ്ടെന്ന് എഴുതിയിട്ടാണ്. ഇതെടുത്തോളൂ, ഇതിന് ചെറിയൊരു വില ഏറുണ്ട്, സാറല്ല ഇത് കൊണ്ടുപോയിക്കോളൂ. മറ്റേത് ഒഴിവാക്കാൻ വെച്ചത് അവിടെ ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല, വേറെ സ്ഥലത്ത് കൊണ്ട് ഒഴിവാക്കണം. നല്ല ഇഖ്ലാസിന്റെ കച്ചവടക്കാർ, അള്ളാഹു അവർ കൊടുക്കുന്ന ബർക്കത്തിന് കയ്യും കണക്കുണ്ടാകൂല. കാരണം എന്തിനാ അവർ മാറ്റി വെച്ചത്? ഒന്നുമല്ല, കൊടുത്തിട്ട് തെറ്റിക്കണ്ടെന്ന് എഴുതിയിട്ട്. ഈ ഒരു സ്വഭാവത്തിലല്ല സ്വീകരിക്കേണ്ടത്. അവിടെ ചതി സ്വീകരിക്കാൻ പാടില്ല. ചതി സ്വീകരിച്ചാൽ ആ ചതിക്ക് തിക്തമായ ഫലം ലഭിക്കും. ചതി പാടില്ല, നല്ല വിശ്വസ്തതയാണ് അവിടെ പാടുള്ളത്. അതുകൊണ്ടാണ് ആറാബികളെ കൈ പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയും, ചിലപ്പോഴൊക്കെ ആറാബികൾ ബതുക്കളെ കൈ പിടിച്ചിട്ട് പറയും, പിന്നെ ഇന്നകലാ തദൗഷയൻ നിത്യഖ അല്ലാഹ്, അള്ളാനെ പേടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ വിഷമൊന്നും കരുതണ്ട. ഇല്ല അഅതാക അല്ലാഹു ഖൈറൻ മിൻഹു, അതിനേക്കാളും നല്ലത് അല്ലാഹ് വേറെ തരും. അള്ളാനെ പേടിച്ചിട്ട് അത് കൊടുക്കണ്ട, അത് ഒഴിവാക്കുക. കാരണം അത് പഴകിയിട്ടുണ്ട്, അത് ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതുണ്ട്, ഡേറ്റോ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിങ്ങളൊന്നും ഒഴിവാക്കുകയാണെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് വരൂല. ഇതിനേക്കാളും ഖൈറ് അല്ലാഹു തആല നിങ്ങൾക്ക് വേറെ തരും. അവിടെ ആ ചിന്തിക്കേണ്ട വിഷയം എന്താണ്? മറ്റൊരാൾക്ക് നമ്മൾ ഒരു ഖിയാനത്തും ഒരു ചതി ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മൾ ഈ നടത്തുന്നതിൽ ബർക്കത്ത് നിശ്ചയിച്ചു തരുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു ധാരാളം ബർക്കത്ത് തരും. ചെയ്യേണ്ടതുപോലെ ആ രൂപഭാവങ്ങൾ നിർവഹിച്ചാൽ, കടമ നിർവഹിച്ചാൽ അതിന് കുറവുണ്ടാകൂല. ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലെത്തുമ്പോഴും അതിന് വലിയ സ്ഥാനമുണ്ട്, വലിയ മാനമുണ്ട്. റബ്ബ് തആല നമുക്കത് തരും. ആ രൂപത്തിലുള്ള ഒരു വിശ്വസ്തത നമ്മളും ജനങ്ങളും തമ്മിൽ ഉണ്ടാകണം ഏത് കാര്യത്തിലും. പിന്നൊരു വായതുണ്ട്, പിന്നെ നമ്മൾ അറിയാത്തൊരു വായതുണ്ട്. ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. നേർച്ചകളാണ്. അല്ലാഹു തആലാന്റെ വായത് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പറയാൻ വിട്ടു, ഇതാണ് നേർച്ച. നേർച്ചകളൊക്കെ കറക്റ്റ് എഴുതി വെക്കണം.
ചിലപ്പോൾ ഓർമ്മ കിട്ടിയില്ല എന്ന് വരും. നമ്മളെ ബുദ്ധിയല്ലേ, ഇന്നറിഞ്ഞാൽ നാളെ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാകൂല. എന്നാ പിന്നെ ആ ലിസ്റ്റ് നോക്കിയാൽ ഘട്ടം ഘട്ടമായിട്ട് അങ്ങനെ വീട്ടാൻ പറ്റും. നേർച്ചയാക്കിയാൽ അതൊരു നിർബന്ധ ബാധ്യതയാണ്. മനസ്സിൽ കരുതിയാൽ നേർച്ചയാകൂല. നേർച്ച നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ആ പറഞ്ഞതങ്ങ് എഴുതി രേഖപ്പെടുത്തി, നേർച്ചയായി സ്ഥിരപ്പെട്ടു പോയി. ആ നേർച്ച കൊടുക്കണം. പല കാര്യങ്ങൾക്കും നേർച്ചയാക്കലുണ്ടല്ലോ. അള്ളാഹുമായി ബന്ധിച്ച വലിയൊരു വിഷയമാണത്. ആ നേർച്ച വിട്ടാൻ മറക്കരുത്. മഹാന്മാരായ ആളുകൾ വൗഫൂ ബില്ലഹദി ഇന്നൽ അഹദ കാന മസ്ഊലാ, അള്ളാഹുവിന്റെ വാഗ്ദാനം പൂർത്തിയാക്കുന്ന ആൾക്കാരെ പറ്റി പറഞ്ഞപ്പോ പറഞ്ഞു ഹുമുല്ലദീന ഇദാ വഅദു അൻജസൂ, വല്ല വാഗ്ദാനവും ചെയ്താൽ പെടുന്നനെ നിർവഹിക്കും. വൈദാ ഹലഫൂ വനദറൂ വഫൂ, എന്തെങ്കിലും നേർച്ചയാക്കിയാൽ ആ നേർച്ച ഉടനെ തന്നെ പൂരിപ്പിക്കും, ഉടനെ തന്നെ വാക്ക് പാലിക്കും, വൈകിപ്പിക്കൂല. വൈദാ ഖാലു സ്വദഖു, വല്ലതും പറയുകയാണെങ്കിൽ അവർ സത്യം പറയും. വൈദ ഇത്മിനു അദ്ദൗ, അവരെന്തെങ്കിലും കാര്യത്തിൽ വിശ്വാസത്തിലെടുത്താൽ വിശ്വസിച്ചതുപോലെ കാര്യങ്ങൾ നിർവഹിക്കും. യാതൊരു മാറ്റം അതിലുണ്ടാകൂല, ഒരു കുഴപ്പം ഒരു വരുത്തൂല. അല്ലാഹു തആലയോട് നമ്മൾ ചെയ്യുന്ന ഈ ഇടപാടുകളിൽ ജനങ്ങളെയും വഞ്ചിക്കരുത്, അള്ളാഹുവിനെയും വഞ്ചിക്കരുത്. രണ്ട് ഭാവങ്ങളും നല്ല രൂപത്തിലാക്കി സ്വീകരിച്ചാൽ ബറക്കത്ത് എത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല തരും. ഇനി ആളുകൾ നമ്മളെ പറ്റിച്ചു എന്ന് എഴുതിക്കോളും. നമ്മൾ ആളുകളെ പറ്റിച്ചിട്ടില്ല, നമുക്കൊരു കുഴപ്പമുണ്ടാകൂല, അല്ലാഹു തആല ഏറെ തരും. നമ്മുടെ ആ നിഷ്കളങ്കതയും നമ്മുടെ ക്ലിയറും കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് ഒരാൾ പറഞ്ഞു, നബിയെ എന്നെ എല്ലാവരും ചതിക്കുന്നുണ്ട്, കച്ചവടത്തില് പലരും ഇങ്ങനെ വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട്, കാശൊന്നും തരുന്നില്ല, ഞാൻ ആകെ ബുദ്ധിമുട്ടിലാണ്. അപ്പൊ തങ്ങൾ പറഞ്ഞു, ഇനി ആരോട് ഇടപാട് നടത്തണമെങ്കിൽ ഒരു കാര്യം നീ പറയണം, പറ്റിക്കലില്ല എന്ന് പറയണോ. എന്നെ പറ്റിക്കാൻ പാടില്ല, അതാ ഞങ്ങൾക്ക് വേണ്ട വസ്തുക്കളൊക്കെ തരാം, പക്ഷെ ചതിക്കരുത് എന്നൊരു നിർദ്ദേശം എല്ലാവർക്കും കൊടുക്കണം. അപ്പൊ ആ നിർദ്ദേശം കേട്ടിട്ട് അശ്രദ്ധാലുവായ ആളാണെങ്കിൽ അയാൾ ഉണരും. ഇതുവരെ ചതിച്ചും മറ്റുള്ള ആളാണെങ്കിൽ അയാൾ ചിന്തിക്കും, ഇങ്ങനെ ഒരു കണ്ടീഷൻ എന്നോട് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ ആ കണ്ടീഷൻ പാലിക്കണം, അയാൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം എന്ന് തീരുമാനിക്കും. അങ്ങനെ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ ആരും പറ്റിക്കൂല, ഇനി കിട്ടേണ്ടതൊക്കെ കിട്ടിക്കോളും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ രീതിയും കൃത്യമായി നമുക്ക് നിർവഹിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് രണ്ട് വിഷയങ്ങൾ പറഞ്ഞതിൽ ആദ്യം പറഞ്ഞത് വളരെ ഖനപ്പെട്ട വിഷയമാണ്, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. രണ്ടാമത് നമ്മുടെ സമൂഹത്തിൽ നമുക്കൊക്കെ വരുന്ന, നമ്മളൊക്കെ സ്വീകരിക്കുന്ന ഒരു മേഖലയാണ്, നല്ല മേഖലയാണ്, മോശപ്പെട്ട മേഖലയൊന്നല്ല. ആർക്കെന്തെങ്കിലും വസ്തുക്കൾ കൊടുക്കുമ്പോ കച്ചവടം എന്നാകണമെന്നില്ല, അളന്നു കൊടുക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെ അത് പൂർത്തിയായി കൊടുക്കണം. ഈ മുദ്ദ് കൊടുക്കുകയാണെങ്കിലും മുദ്ദ് കൊടുക്കാനുണ്ടാകില്ല കുറെ ആളുകൾക്ക്, അവിടൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം, ഒന്നും കുറവ് വരുത്തണം, നല്ലോണം കണക്ക് കൂട്ടി കൃത്യമായിട്ട് കൊടുക്കണം. ബാപ്പ മരണപ്പെട്ടു പോയി, ബാപ്പാന്റെ പേരിൽ കുറെ മുദ്ദ് കൊടുക്കാനുണ്ട്, നോമ്പൊൽക്കാത്ത് കുറെ കൊല്ലം നോമ്പൊൽക്കാത്തുണ്ട്, ആ നോമ്പിന് കുറെ മുദ്ദ് കൊടുക്കാനുണ്ട്. അപ്പൊ കുറെ ആൾക്കാർ പറയണം, ബാപ്പാന്റെ പേരിൽ 10 തന്നെ മുദ്ദ് കൊടുക്കണം. 40 നമ്മൾ കുറെ ഭക്ഷണം കൊടുത്തു, ആണ്ടിനും കുറെ ഭക്ഷണം കൊടുത്തു, 7 കൊടുത്തു, പിന്നെ ഏതാ 15 കൊടുത്തു, ഇപ്പോഴും കൊടുത്തില്ല, 3 എല്ലാ ദിവസവും രാവും പകലൊക്കെ കൊടുത്തു, ഇനിയിപ്പോൾ എത്ര കൊടുക്കണം? മുദ്ദിന്റെ കണക്കൊന്ന് വേറെ, അക്കൊടുത്തു ഒന്ന് വേറെ, അതുകൊണ്ടൊന്നും കുറയില്ല. ഈ ബാധ്യത അങ്ങോട്ട് വീട്ടിൽ കിട്ടിയാൽ ബാപ്പക്ക് എന്തൊരു സന്തോഷം. ആ ബാപ്പ ഈ മക്കൾക്ക് വേണ്ടി ദ്വാരക്കുന്നതിന് എന്തൊരു റഹ്മത്തിന്റെ ദ്വയാണ്. എന്റെ മക്കളെ കൊണ്ട് ഞാൻ കുടുങ്ങിയിട്ടില്ല, അൽഹംദുലില്ലാ. ഞാൻ അവർക്ക് ഇഷ്ടം പോലെ സ്വത്ത് കൊടുത്തെങ്കിലും 2, 3, 4 കൊല്ലത്തെ നോമ്പിന് കണക്ക് കൂട്ടിയിട്ട് അവർ ഇത്രയും മുദ്ദ് കൊടുത്ത് എന്നെ സഹായിച്ചല്ലോ. ആ നല്ല സന്തോഷത്തോടെ ആ ബാപ്പ ഉമ്മ നമുക്ക് വേണ്ടി ദ്വാരക്കും. ആ ബാപ്പാന്റെ ഉമ്മാന്റെ ഒരു വഴുതുണ്ടായിരുന്നു, വാഗ്ദാനം. എന്ത്? മക്കളെ, എനിക്ക് ഏതായാലും ഹജ്ജിന് പോകാൻ കഴിയും തോന്നുന്നില്ല, കാരണം കൊറോണയും കാര്യങ്ങളൊക്കെ ആയി. ഇനി നിങ്ങൾ ആരെങ്കിലും ഒക്കെ ആവതുണ്ടാകുന്ന സമയത്ത് ഹജ്ജൊക്കെ ചെയ്ത് സ്വത്ത് നിർത്തി ഹജ്ജ് ചെയ്യണം. ആ ഒരു വാക്ക് മക്കളൊക്കെ ഒരുമിച്ച് കൂടി അവരെ കൂട്ടത്തിലോ പുറത്തുള്ള ഹജ്ജ് ചെയ്ത ആളെ ഏൽപ്പിക്കുമ്പോ ആ വാഗ്ദാനം പൂർത്തിയായ ആ സന്തോഷം നമുക്ക് ജീവിതത്തിൽ ഖൈറാണ്. ആഖിറത്തിലെത്തുമ്പോ ആ വാക്ക് പാലിച്ചതിന് വലിയ സന്തോഷമാണ്. ഇങ്ങനെ ഒന്നല്ല, പല രൂപത്തിലും ഭാവങ്ങളിലൊക്കെ വരും. മരിച്ചവർക്കുള്ള വഅദായിട്ട് നമ്മൾ ഏൽപ്പിച്ചതും നമ്മൾ നിർവഹിക്കേണ്ടതുമായ പലതും, അതും ആ കൂട്ടത്തിൽ മറക്കാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം, നിർവഹിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഅദ് നിർവഹിക്കുന്നതിൽ വളരെ മുൻപന്തിയിലായിരുന്നു. തങ്ങളിൽ നിന്നൊരാൾ കാശ് വാങ്ങിയിട്ട് പറഞ്ഞു, തരാം, പക്ഷെ നാളെ ഇന്ന സ്ഥലത്ത് വരണം എന്ന് പറഞ്ഞു. തങ്ങളാണ് അവിടെ വരാന്ന്. എപ്പോഴാണ് വരേണ്ടത്? നാളെ രാവിലെ വരണം. നാളെ രാവിലെ വരണം എന്ന് പറഞ്ഞു. രാവിലെ തന്നെ പറഞ്ഞ ടൈമിൽ തങ്ങൾ അവിടെ എത്തി. അയാൾ രാവിലെയും കാണുന്നില്ല, ഉച്ചക്കും കാണുന്നില്ല, വൈകുന്നേരം കാണുന്നില്ല. പിറ്റേന്ന് അയാൾ അങ്ങനെ വരുന്നുണ്ട്.
അപ്പോൾ തങ്ങൾ ചോദിച്ചു, നീ എന്നോട് വരാൻ പറഞ്ഞ കൃത്യ ടൈമിൽ ഞാനിവിടെ എത്തിയിട്ടുണ്ട്, പക്ഷെ നീ എത്തിയില്ലല്ലോ. ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് അതേ രൂപത്തിലാകണ്ടേ, നീ എന്തേ പാലിക്കാതിരുന്നത്? അയാളാകെ പേടിച്ചു പോയി. കുറേ കാരണങ്ങളൊക്കെ പറഞ്ഞു. സാരല്ല എന്ന് പറഞ്ഞു വിശ്വാസം. നിങ്ങൾ വീട്ടാനുള്ള കാര്യങ്ങൾ അയാൾ തുടർച്ചയായിട്ട് വീട്ടിക്കൊടുത്തുകയും ചെയ്തു. ഏത് സംഗതിയിലും അങ്ങനെ തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. അള്ളാഹുവുമായി നമ്മൾ ചെയ്ത ഒരു കരാറ് മാറ്റത്തിരുത്താതെ ജനങ്ങളുമായിട്ടുള്ള കരാറുകൾ, ബാധ്യതകൾ അതും സുഗമമായ രീതിയിൽ നടത്തിച്ചിട്ട് ആ അമാനത്തും അതേ രൂപത്തിൽ തന്നെ വഞ്ചനയില്ലാതെ ജനങ്ങളോടുള്ള ബാധ്യതയും നിർവഹിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹഖി തങ്ങൾ ഈ വിഷയത്തിൽ ഒരു രസകരമായ സംഭവം പറയുന്നുണ്ട്. മഹാനവർകൾ അള്ളാഹുവിനോടൊരു ചെറുപ്പക്കാരൻ വാഗ്ദാനം ചെയ്തു, കരാർ ചെയ്തു, അള്ളാഹുവേ ദുനിയാവിലെ സുന്ദരമായ ഒരു സംഗതിയിലേക്കും ഞാൻ നോക്കൂല. ദുനിയാവിൽ ഒരുപാട് അലങ്കാരങ്ങൾ, സൗന്ദര്യങ്ങൾ ഉണ്ടല്ലോ നീ നൽകിയത്, ഒന്നിലേക്കും ഞാൻ നോക്കൂല എന്ന് ഒരാൾ അള്ളാഹുവിനോട്, ഒരു ചെറുപ്പക്കാരൻ, ഒരു ഷാബ് വഅദ് ചെയ്തു. ദുനിയാവിൽ എത്ര അലങ്കാരങ്ങളുണ്ട്, ഞാൻ ഒന്നിലേക്കും നോക്കൂല. അങ്ങനെയാണ് ഒരു ദിവസം ഒരു മാർക്കറ്റിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ല ഒരു അരഞ്ഞാണം കണ്ടു. ഇവിടെ അരഞ്ഞാണം എന്നല്ലേ പറയാ, അര കെട്ടുന്നതിന് അരഞ്ഞാണം കണ്ടു. ആ അരഞ്ഞാണത്തിന് നല്ല മുത്തും അതുപോലെ തന്നെ രത്നങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് നല്ല കൗതുകം തോന്നി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോ ഇയാളെ പിന്നാലെ ആളുകൾ വന്നു. നീയല്ലേ അരഞ്ഞാണം ഇങ്ങനെ നോക്കി നിന്നിരുന്ന്, ആ അരഞ്ഞാണം നീ കട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ എടുത്തിട്ടില്ല. അല്ല, നീ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടില്ല. പറഞ്ഞു നോക്കി, എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. ഇയാളെ പിടിച്ചു ഭരണാധികാരിയുടെ അടുത്ത് കൊണ്ടുപോയി. ഭരണാധികാരി ഇയാളെ മൂത്തിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ലൈസ ഹാദാ മിൻ അഹ്ലി സരിഖാത്ത്. ഇയാള് മോഷ്ടിക്കുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല, നല്ല മനുഷ്യന്റെ ലക്ഷണാണല്ലോ കാണുന്നത്. ഇയാളെ നോക്കിയിട്ടും സംസാരിച്ചിട്ടൊക്കെ നല്ല മനുഷ്യന്മാരുടെ ഇയാളാ കാണുന്നത്. മോഷ്ടാവിന്റെ ഒരു സ്വഭാവവും ഇയാളിൽ കാണുന്നില്ല. പക്ഷേ അവര് പറഞ്ഞു ഇയാൾ തന്നെയാണ് മോഷ്ടിച്ചതെന്ന് തീർത്തു പറഞ്ഞു. അയാൾ പറഞ്ഞു, ഞാൻ മോഷ്ടിച്ചിട്ടൊന്നുമില്ല. എന്നിട്ട് ആ അരഞ്ഞാണത്തിന്റെ അരപ്പട്ടയുടെ രൂപഭാവങ്ങളൊക്കെ അയാൾ നിർണയിച്ചു. ഇങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ കുപ്പായം വഹിച്ച് പരിശോധിച്ചു നോക്കുമ്പോ ഊരക്കെട്ടിന്റെ ഭാഗത്ത് അരഞ്ഞാണം കണ്ടു. സുബ്ഹാനല്ലാഹ്, ഭരണാധികാരി ചോദിച്ചു, അല്ല മനുഷ്യ, അമാ തസ്തഹി തൽബസു ലിബാസൽ അഖിയാർ വതഅമലു അമലൽ ഫുജ്ജാർ. നിനക്ക് നാണമില്ലേ നല്ല വസ്ത്രം ധരിച്ചിട്ട് മോശപ്പെട്ട ആൾക്കാരെ പണി ചെയ്യുന്നതിന് നാണമില്ലേ നിനക്ക്? ആ ചെറുപ്പക്കാരൻ അപ്പയാണ് അരപ്പട്ടയിലേക്ക് ഇങ്ങനെ നോക്കുന്നത്. ഉടനെ ചെറുപ്പക്കാരൻ പറഞ്ഞു, മൗലായ അല്ലിഖാലത അല്ലിഖാല ഇലാഹി ലാ അഊദു ഇലാ മിസ്ലിഹാ. യജമാനരെ, എന്നെ ഒഴിവാക്കി തരണം. എന്നിട്ട് അള്ളാഹിനെ വിളിച്ചു, അള്ളാഹുവേ, നിന്നോട് ഞാൻ അന്ന് ചെയ്തൊരു കരാറിൽ നിന്ന് ഞാൻ അല്പം തെറ്റിച്ചുപോയി. ഇനി ഞാൻ ഈ വിഷയത്തിലേക്ക് ആവർത്തിക്കൂല. ദുനിയാവിന്റെ ഒരു സൗന്ദര്യത്തിലേക്കും നോക്കൂല എന്നല്ലേ നിന്നോട് ഞാൻ വാഗ്ദാനം ചെയ്തത്. പക്ഷേ അതിൽ നിന്നൊരു ചെറിയ മാറ്റം എനിക്ക് വന്നുപോയി. ഈ രാജാവിനോട് പറഞ്ഞു, എന്നെ ഒഴിവാക്കി തരണം. എനിക്ക് സത്യത്തിൽ ചെറിയൊരു അബദ്ധം പറ്റിപ്പോയതാണ്. രാജാവ് അയാളെ അടിക്കാൻ വേണ്ടി ഉത്തരവിട്ടു. അടിക്കാൻ വേണ്ടി അവർ വസ്ത്രം അഴിച്ചപ്പോ ഒരു ശബ്ദം കേൾക്കുന്നു വാനലോകത്തുനിന്ന്, ദഊ വലാ തദ്രിബൂ. അയാളെ വിട്ടേക്കണം, അടിക്കരുത്. ഇന്നമാ അറദ്നാ തഅദീബഹു. അയാളൊന്ന് മര്യാദ പഠിപ്പിക്കാനാ നമ്മൾ ഉദ്ദേശിച്ചത്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നൊരു അനൗൺസ്മെന്റ് ആണ്. അള്ളാഹു തആല വിളിച്ചു പറയാൻ വേണ്ടി മലക്കുകളെ ഏൽപ്പിച്ചതാണ്. അയാളെ അടിക്കരുത്, വിട്ടേക്കണം. അയാള് നേരത്തെ ഞാനുമായി നടത്തിയൊരു കരാറുണ്ട്. ദുനിയാവിന്റെ ചമൽക്കാരങ്ങളിലേക്ക്, സൗന്ദര്യത്തിലേക്ക് ഒന്നും നോക്കൂല എന്നാ എന്നോട് കരാർ ചെയ്തത്. പക്ഷേ ഈ അരഞ്ഞാണം കണ്ടപ്പോ നോക്കിപ്പോയല്ലോ. ആ നോക്കിയതിന് ചെറിയ ഒരു ശിക്ഷ, ഒരു അദബ് പഠിപ്പിച്ചതാണ്, മറ്റൊന്നുമല്ല. ഈ ശബ്ദം അങ്ങോട്ട് രാജാവ് കേട്ടപ്പോ ചെറുപ്പക്കാരന്റെ സമീപത്ത് വന്നു. വഖബ്ബലഹു ബൈന ഐനൈ. രണ്ട് കണ്ണുകൾക്കിടയിൽ ചുംബനം കൊടുത്തിട്ട് ചോദിച്ചു, സുഹൃത്തേ, നിന്റെ കഥയൊന്ന് പറഞ്ഞു തരാമോ? നീ ഒരു സാധാരണ മനുഷ്യനല്ല.
നിന്നെ അടിക്കാൻ ഞാൻ ഉത്തരവിട്ടിട്ട് നിന്റെ വസ്ത്രങ്ങളൊക്കെ ഓരോന്നോരോന്നഴിക്കുമ്പോഴാണല്ലോ ഈ നിർദ്ദേശം കേട്ടത്. നീ ഒരു സാധാ ചെറുപ്പക്കാരനല്ല. കഥ പറഞ്ഞു നോക്കുമ്പോ രാജാവ് അത്ഭുതപ്പെട്ടു പോയി. അപ്പോഴാണ് ചെറുപ്പക്കാരൻ പറഞ്ഞത്, അല്ലാഹു തആല നല്ലവര് എന്ന്, മുത്തഖീങ്ങള് എന്ന് വിശേഷണം പറഞ്ഞപ്പോ 10-15 അടയാളങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട് സൂറ ആലി ഇംറാനിൽ. അതിലൊന്നാണ് വൽ മൂഫൂന ബിഅഹദിഹിം ഇദാ അഹദൂ. വല്ല വാക്കും ചെയ്താൽ, വല്ല കരാറും ചെയ്താൽ അതങ്ങനെ തന്നെ പൂർത്തിയാക്കുന്നവരുമാണവര്. അതെ, അപ്പൊ ഈ അരഞ്ഞാണത്തിന്റെ ആള് വന്നിട്ട് പറഞ്ഞു, സുഹൃത്തെ, അരഞ്ഞാണം എനിക്ക് വേണ്ട, നീ അതൊന്ന് സ്വീകരിച്ചിട്ട് എന്നെ പൊരുത്തപ്പെട്ടു തരണം. ഞാനാണല്ലോ നിന്നെ കള്ളനാക്കി ഇവിടെ കൊണ്ടുവന്നത്, നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം, നീ സാധാരണക്കാരനല്ല. ഉടനെ തന്നെ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇലൈക്കാൻ നീ എന്റെ കൂടെ വരണ്ട, നീ മാറിപ്പോകണം, അരഞ്ഞാണം നീ കൊണ്ടുപോകണം. നിന്നെ ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ നോക്കിയത് യജമാനനായ റബ്ബിനെയാണ്, അവന്റെ പ്രവർത്തനത്തെയുമാണ്. നീ എന്നെ സ്വാധീനിക്കരുത്, എന്റെ കൂടെ വരരുത്. നിന്റെ അരഞ്ഞാണോ മരപ്പട്ടയും ഒന്നും എനിക്ക് വേണ്ട. ഞാൻ അള്ളാനോട് ചെയ്തൊരു കരാറുണ്ട്, അതിന് ചെറിയൊരു മാറ്റം വന്നപ്പോ അള്ള എന്നൊന്ന് അദബ് പഠിപ്പിച്ചതാണ്. ആ അഹദ്, ആ വാഗ്ദാനം, ആ കരാറുകൾ, വാക്കുകൾ നല്ല അർത്ഥത്തിൽ പാലിച്ചുകൊണ്ട് ദുസ്വഭാവങ്ങളായ കരാർ ലംഘനവും വഞ്ചനയും മാറ്റിയിട്ട് അമാനത്തും വഫാവും സ്വീകരിച്ച് മുന്നേറാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ വിഷയത്തിൽ മികച്ച 2 വിഷയങ്ങൾ കൂടി പറയാൻ ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് സമാപനമായി നാളെ നമുക്കത് പറയണം. അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ.